ഇന്ന് നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് റിവ്യൂ ഡെയിലി ഒബ്ജക്ട്സിൻ്റെ സ്റ്റെൽത്ത് ടെമ്പർ ഗ്ലാസിൻ്റെ. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ കൂടെ എന്ത് എക്സ്പെക്റ്റ് ചെയ്യും എന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണും. സോ ആദ്യം ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് നോക്കാം. അത് കണ്ടു കഴിഞ്ഞിട്ട് ഇനി സംസാരിക്കാം. എന്നപ്പോൾ ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കണ്ടു കഴിഞ്ഞു. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കാം. സോ ആദ്യം ഈ ടെമ്പേർഡ് ഗ്ലാസിനെ പറ്റി കുറച്ചൊക്കെ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കാം. ടെമ്പേർഡ് ഗ്ലാസിനും കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സോ ഇതൊരു 9H ടഫൻഡ് ഗ്ലാസ് ആണ്. ഇത് ഉണ്ടാക്കുമ്പം അവർ സാൻഡിൻ്റെ കൂടെ ലൈം സ്റ്റോൺ ഇടേണ്ടി പകരം അവർ അലൂമിനിയം സിലിക്ക ഇട്ടു. സോ അലൂമിനിയം സിലിക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടഫ്നെസ് കൂടിപ്പോയി. സോ ഇത് 9H ടഫൻഡാണ്. 9H ടഫ്നെസ് റേറ്റിംഗ് ആണ് ഗ്ലാസിന് വേണ്ടിയിട്ട്. അലൂമിനിയം സിലിക്ക യൂസ് ചെയ്ത് കാരണം ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ ലൈറ്റ് ട്രാൻസ്പെറൻസി, ഇതിൻ്റെ ലൈറ്റ് ട്രാൻസ്മിഷൻ ഒത്തിരി നല്ലതാണ്. സോ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പം എല്ലാം നല്ല ക്ലിയർ കാണാം. ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഒരു 98% ട്രാൻസ്മിറ്റൻസ് വാല്യൂ ആണ്. സോ 98% ഇത് നിങ്ങൾക്ക് കാണാം. സോ ജനറലി നമ്മൾ ടെമ്പർ ഗ്ലാസ്സൊക്കെ ഇടുമ്പം അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞു പോകും. ഒരു അറ്റ്ലീസ്റ്റ് 10-15% അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു പോകും. സോ ഇവിടെ ആ പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് എല്ലാം നല്ല ക്രിസ്പ് കാണാം. സോ ഇതെല്ലാം ഈ അലൂമിനിയം സിലിക്ക യൂസ് ചെയ്ത് കാരണമാണ്. സോ ഈ സെയിം ടെക്നോളജി നിങ്ങൾക്ക് സ്പൈജനിലും കാണാം. സ്പൈജനും ലൈം സ്റ്റോണിൻ്റെ പകരം അലൂമിനിയം സിലിക്ക ഇട്ടിട്ടാണ് ഈ ടെമ്പർ ഗ്ലാസ് ഉണ്ടാക്കുന്നത്. സോ ആ സെയിം ടെക്നോളജി നിങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നു. പ്ലസ് ഇവിടെ നിങ്ങൾക്ക് കോർണർ ടു കോർണർ പ്രൊട്ടക്ഷൻ, എഡ്ജ് പ്രൊട്ടക്ഷനും കിട്ടുന്നു. ഇത് ഫുൾ കോർണേഴ്സ് കവർ ചെയ്യുന്നു. പക്ഷേ കവർ ചെയ്ത് കഴിഞ്ഞിട്ടും കുറച്ച് സ്ഥലം ഇത് വിടും. ആ സ്ഥലം നമ്മളുടെ കേസിന് ഇടാനായിട്ടാണ്. സോ കേസ് ഇട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കാണാം ഇത് ടെമ്പർ ഗ്ലാസിനെ പുഷ് ചെയ്യുന്നില്ല. സോ ഞാൻ ഒറിജിനൽ ആപ്പിളിൻ്റെ കേസസ് യൂസ് ചെയ്ത് നോക്കി. അവിടെ ട്രാൻസ്പെറൻറ്റ്, പിന്നെ സിലിക്കോൺ, പിന്നെ ടെക് വോവൻ, ഈ 3 കേസിൽ ഞാൻ നോക്കി. ഇതിലൊരു പ്രോബ്ലം വന്നില്ല. പിന്നെ ഞാൻ ഇത് ഡെയിലി ഒബ്ജക്റ്റിൻ്റെ 4-5 കേസിൽ ഇട്ട് നോക്കി, ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ ലോക്കൽ കിട്ടുന്ന കേസിലും ഇട്ട് നോക്കി, ഒരു പ്രോബ്ലം വന്നില്ല. സോ ക്വാളിറ്റി വൈസ് ഇതിൻ്റെ ടെമ്പർ ഗ്ലാസ് ഒത്തിരി നല്ലതാണ്. പ്ലസ് ഇത് നമ്മളുടെ കേസ് കമ്പാറ്റബിളും ആണ്. പിന്നെ വേറെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ടച്ചാണ്. സോ ഇവിടെ ഒരു ഓലിയോഫോബിക് കോട്ടിങ് ഇവർ ഇട്ടിട്ടുണ്ട്. ആ കോട്ടിങ്ങിൻ്റെ കാരണം ഇപ്പം സ്ക്രീൻ ഒത്തിരി സ്മൂത്താണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിംഗർ നല്ലപോലെ ഇത് ഇങ്ങോട്ടങ്ങോട്ട് മൂവ് ചെയ്യും. അത് സ്റ്റിക്ക് ആവാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ മുഖത്ത് ടച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിൻ്റെ ഓയിലൊക്കെ വരും. ആ ഓയിലൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്യും. നമ്മളുടെ കയ്യിലൊക്കെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യും. സോ അതൊരു നല്ല കാര്യമാണ്. കൂടുതൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പാട് വന്നാൽ ചുമ്മാ തുണിയിൽ ഇങ്ങനെ ചെയ്താൽ മതി, എല്ലാ ഓയിൽ പോയി. സോ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? സോ ബേസിക്കലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ടെമ്പർ ഗ്ലാസ് വേണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇത് പ്രൈസ് കൂടുതലാണ്. സോ ബേസിക്കലി നിങ്ങൾ ഓൺലൈൻ പോയാൽ, ബ്ലിങ്കിറ്റിലൊക്കെ പോയാൽ, അല്ലെങ്കിൽ ചുമ്മാ ആമസോണിൽ പോയാൽ ഒരു 200ൻ്റെ താഴെ നിങ്ങൾക്ക് ഈസിലി ടെമ്പർ ഗ്ലാസ് കിട്ടും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ പ്രൊട്ടക്ഷൻ അത്ര നല്ലതല്ല. സോ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി വേഗം എൻ്റെ പൊട്ടിയും പോയി. ഇത് അതിനേക്കാളും സ്ട്രോങ്ങറാണ്. പിന്നെ ഈ സ്ക്രീനിൻ്റെ ക്വാളിറ്റി അത് ഡീഗ്രേഡ് ചെയ്യില്ല. സോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ നിങ്ങൾക്ക് 2 വേർഷൻ കിട്ടും. ഞാൻ കടയിൽ പോയപ്പം ഒരു പ്രൈവസി വേർഷനും ഉണ്ടായിരുന്നു, ഒരു ക്ലിയർ വേർഷനും ഉണ്ടായിരുന്നു. സോ എൻ്റെ അടുത്ത് ആദ്യം പ്രൈവസി വേർഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത് ഡെയിലി ഒബ്ജക്ട്സിൻ്റെ അല്ല, വേറെ ഒരു കമ്പനി ആയിരുന്നു. സോ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യുമ്പം വേറെ ആൾക്കാർക്ക് എൻ്റെ ഫോൺ കാണാൻ പറ്റില്ല. സോ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ
ഒത്തിരി വീഡിയോസ് എടുക്കും. ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെ വീഡിയോ എടുക്കാനാണ്. സോ എൻ്റെ വീഡിയോ, പിന്നെ എൻ്റെ ക്ലയൻസിൻ്റെ വീഡിയോ, ഒത്തിരി വീഡിയോസ് ഉണ്ട്. സോ എല്ലാ 3-4 ദിവസത്തിലും ഒരു ഷൂട്ടുണ്ട്. സോ ആ സമയം ഞാൻ ഇത് ഗിംബൽ അല്ലെങ്കിൽ ആ ഫോൺ ഹോൾഡർ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ വേറെ വേറെ ആംഗിളിൽ ഇതിന്ന് വീഡിയോ എടുക്കുന്നു. സോ ആ സമയം എനിക്ക് ഒത്തിരി പ്രോബ്ലം വരും. കാരണം പ്രൈവസി ഗാർഡ് ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ നോക്കാം, സൈഡിലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ ഞാനത് മേളിലോട്ട് ഇടുമ്പം എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല, ഞാൻ എന്താ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈഡിൽ ഇടുമ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല. സോ അത് കാരണം ഞാൻ ആ പ്രൈവസി ഗാർഡ് ഊരി പിന്നെ ഇതിട്ടു. സോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ പറ്റി ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രീനിൻ്റെ ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. പിന്നെ കേസിൽ ഇടുമ്പം എനിക്കൊരു പ്രോബ്ലം വന്നില്ല. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, എൻ്റെ റെഗുലർ ട്രാൻസ്പെറൻറ്റും പിന്നെ ഈ പ്രൈവസിയിലും സൈഡിലൊരു ബ്ലാക്ക് ബോർഡർ ഉണ്ട്. ആ ബ്ലാക്ക് ബോർഡർ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ ആ ബ്ലാക്ക് ബോർഡർ എന്തിനാണ് അവർ ഇടുന്നത്? സോ ബേസിക്കലി ഈ എല്ലാ ഫോൺസിൽ സൈഡിൽ, ഈവൻ ദോ കർവ്ഡ് ഫോൺ അല്ല, പക്ഷേ സൈഡിൽ കുറച്ചൊരു ഇങ്ങനത്തെ കർവ് ഉണ്ട്. ആ കർവിൻ്റെ അവിടെ നിങ്ങൾക്ക് ബബിൾ കിട്ടും. ആ ബബിൾ കാണാതെ ഇരിക്കാനായിട്ട് അവർ ആ ബ്ലാക്ക് ബോർഡർ ഉണ്ടാക്കും. സോ ബാക്കി ടെമ്പർ ഗ്ലാസ്സിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ആ ബ്ലാക്ക് ബോർഡർ കുറച്ച് തിക്കാണ്. അതിൻ്റെ കാരണം സൈഡിൽ നമ്മളുടെ കുറച്ച് ഫോണിൻ്റെ സ്ക്രീൻ കവർ ആവുന്നു. ഇവിടെ ബ്ലാക്ക് ബോർഡർ ഉണ്ട്, പക്ഷേ ഒരു വെരി തിൻ ബോർഡറാണ്. ആ ബോർഡർ നമ്മളുടെ സ്ക്രീനിനെ കവർ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ കിട്ടുന്നു. സോ അതും ഒരു നല്ല ഓപ്ഷനാണ്. സോ ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ടെമ്പർ ഗ്ലാസിനെ പറ്റി. സോ 699 വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ കിട്ടും, 899 വേണ്ടി നിങ്ങൾക്ക് പ്രൈവസി ഗാർഡ് കിട്ടും. സോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. അന്നത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.